ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ്. ഫഹാം ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 6 പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ സ്കിന്നോടുകൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പക്ഷേ സ്കിന്ന് മാറ്റിയിട്ടാണ് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ വെള്ളമയമൊന്നും ഒട്ടും തന്നെയില്ല. പിന്നെ അതൊന്ന് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു തടിയുടെ തവി കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ചപ്പാത്തി പരത്തുന്ന കോലുകൊണ്ടൊക്കെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആകും. അങ്ങനെ കുറച്ച് വേഗത്തിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഒത്തിരി ശക്തിക്ക് അങ്ങോട്ട് അടിക്കരുത്. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിന് ശരിക്കും 2 മാരിനേഷനുണ്ട്. ആദ്യത്തെ മാരിനേഷന് വേണ്ടി ഞാൻ ഈ പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങയുടെ നീരാണ്. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ തൈരിൽ അധികം വെള്ളമൊന്നുമില്ല, നല്ല കട്ടയായിട്ടിരിക്കുന്ന തൈരാണ്. അധികം പുളിയും ഇല്ല ഇതിന്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല എല്ലാം കൂടെ ചിക്കൻ്റെ കഷ്ണങ്ങളിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ 2 ഭാഗത്ത് നന്നായിട്ട് ഇത് പുരട്ടി വെക്കണം. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കാം. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനേതായാലും ഇത് ഫ്രിഡ്ജിലാണ് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഈ സമയത്ത് ഇതിന് വേണ്ടിയുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, പിന്നെ ഒരു 5-6 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ മസാല ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പകുതി തക്കാളിയും ഒരു പകുതി സവാള, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ആ പൊടിച്ച മസാലയുടെ കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഫഹാം ചിക്കന് വേണ്ടിയുള്ള സ്പെഷ്യൽ മസാലയാണിത്. ഇത് ഒരിക്കലും ഒഴിവാക്കരുത്. ഈ സ്പെഷ്യൽ മസാലയാണ് നമ്മുടെ ഈ ചിക്കൻ ഗ്രില്ലിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ മസാല ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളിലോട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിലോട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത്, എങ്കിൽ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തില്ല. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് മൂടി വെച്ച് ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ 5-6 മണിക്കൂർ വെക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിന് താഴത്തെ തട്ടിലാണ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കും. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഓവനിലും ഗ്രില്ലിലും ഒന്നും വെച്ചല്ല. ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒരു പാനിലാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട്
ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യരുത്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി ഞാൻ പാത്രം ഒന്ന് അടച്ച് വെക്കുകയാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പം കുറച്ച് വലിയ പീസ് ആണല്ലോ, അതുകൊണ്ട് ഒരേപോലെയൊക്കെ കുക്കായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഈ മൂടി തുറന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒരേപോലെ കുക്ക് ചെയ്തെടുക്കണം. ഈ ഗ്രിൽഡ് ചിക്കന് നമുക്ക് സോസ് പാനിലല്ലാതെ ഓവനിലും ചെയ്യാവുന്നതാണ്. ഓവനിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ ആയിട്ട് പോകും. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യരുത്. ഓവറായിട്ട് കുക്ക് ചെയ്താൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗവും ഒരേപോലെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ്റെ കഷ്ണങ്ങളും ഞാനിവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ അൽഫാം ചിക്കൻ ഒരു സ്മോക്കി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ചാർക്കോൾ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ ചാർക്കോളിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ചാർക്കോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചിരട്ട കത്തിച്ച് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കത്തിച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ചാർക്കോളിലോട്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ധാരാളം സ്മോക്ക് വരും. അതിനുശേഷം പാത്രം അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കണം. അപ്പോഴത്തേക്കും ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ നല്ല ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മുടെ അൽഫാം ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മയോണീസും അല്ലെങ്കിൽ ഹമൂസൊക്കെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തെങ്കിലും വിശേഷപ്പെട്ട അവസരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ അൽഫാം ചിക്കന്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, ഈസിയാണിത്. ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.